പ്രിയമുള്ള ഭക്തജനങ്ങളെ, പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഈ വേദിയിൽ ഇപ്പോൾ ഇരിങ്ങോൾ കണ്ണനുണ്ണി അവതരിപ്പിക്കുന്ന ഓട്ടത്തുകൾ ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ അവതരിപ്പിക്കുന്ന കഥാകൃതമ്യാരുടെ സുപ്രസിദ്ധമായ ആദ്യ രചനയായ കല്യാണ സൗന്ദര്യം എന്ന കഥയാണ്. ഇതിൻ്റെ പിന്നണിയിൽ പാടുന്നത് കലാമണ്ഡലം മോഹനകൃഷ്ണൻ, കൂടെ പാടുന്നത് കലാമണ്ഡലം അമൃതാപനം, മൃദംഗം കലാമണ്ഡലം ഉണ്ണിക്കുട്ടൻ. ഏവരുടെയും അനുവാദത്തോടെ ഭഗവത് അനുഗ്രഹത്തോടുകൂടി നിങ്ങൾ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പായി കല്യാണ സൗന്ദര്യം കഥയെക്കുറിച്ച് രണ്ടു വാക്ക്. പാണ്ഡവരുടെ വനവാസകാലത്ത് ഭീമസേനൻ പാഞ്ചാലിയിൽ കൂടി കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റിലൂടെ പറന്നു വന്ന ഒരു പുഷ്പം അവരുടെ മുമ്പിൽ വന്ന് ഉടൻ തന്നെ പാഞ്ചാലി ആ പുഷ്പം എടുത്ത് പരിശോധിച്ചപ്പോൾ ഇത്രയും ഭംഗിയുള്ള, ഇത്രയും സൗന്ദര്യത്തിലെന്ന് ഒരു പുഷ്പം താനിന് മുമ്പ് കണ്ടിട്ടില്ലെന്ന്. അതിനാൽ ഇത്തരത്തിലുള്ള കുറച്ച് പുഷ്പങ്ങൾ തനിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് ഭീമസേനോട് ആവശ്യപ്പെട്ടു. തൻ്റെ പ്രിയതമയുടെ ഏതാവശ്യവും നിറവേറ്റാൻ സന്നദ്ധനായി നടക്കുന്ന ആ ഭീമസേനൻ ഉടൻ തന്നെ തൻ്റെ ആ വലിയ ഹൃദയമെടുത്ത് ആ പുഷ്പം പറന്നു വന്ന ദിശ നോക്കി യാത്രയാകും. ഭീമസേനൻ്റെ അതിഗംഭീരമായ യാത്ര, തൻ്റെ മുമ്പിൽ കണ്ട എല്ലാ പ്രതിബന്ധങ്ങളെയും തല്ലിത്തകർത്തുകൊണ്ടുള്ള ആ യാത്ര ഹനുമാൻ തപസ് ചെയ്യുന്ന കദളിവനത്തിന് സമീപം എത്തുന്നു. ഭീമസേനൻ്റെ അതിഗംഭീരമായ ഈ യാത്രയുടെ ഘോഷം കേട്ട് തപസ്സിൽ നിന്നും ഉണർന്ന ഹനുമാൻ ആരാണ് ഇത്ര ഒരു ഘോഷത്തോടുകൂടി ഒരു യാത്ര നടത്തുന്നത് എന്ന് നോക്കുമ്പോൾ തൻ്റെ അനുജനായ ഭീമസേനൻ്റെ വരവാണ് ആ ഹനുമാൻ കാണുന്നത്. എന്തിനാണ് അവൻ വരുന്നത് എന്ന് മനസ്സാൽ ചിന്തിച്ചപ്പോൾ തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി സൗഗന്ധി പുഷ്പങ്ങൾ അന്വേഷിച്ചുള്ള വരവാണെന്ന് മനസ്സാൽ മനസ്സിലാക്കുന്നു. ശരി, അവൻ വരട്ടെ, അവന് ചില അഹങ്കാരമുണ്ട്, അതൊന്ന് ശ്രമിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി ഹനുമാൻ ആ ഭീമസേനൻ വരുന്ന വഴി ഒരു വൃദ്ധ വാനരവേഷം ധരിച്ച് അവിടെ സൈന്യം. ഭീമസേനൻ വന്ന് പെട്ടെന്ന് ആ കാടെല്ലാം മാറി തൻ്റെ മുമ്പിൽ പെട്ടെന്ന് ഒരു കദളിവനം കാണുകയും ഇതാരാണ് നിർമ്മിച്ചത്, ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ആ കദളിവനത്തിൻ്റെ സൗന്ദര്യം നുകർന്നുകൊണ്ട് കദളിവനത്തിലേക്ക് കിടന്നപ്പോൾ പെട്ടെന്ന് തൻ്റെ മുന്നിൽ വഴിമുടക്കി കിടക്കുന്ന ഒരു വൃദ്ധ വാനരനെ കണ്ടു. ഇത് കണ്ടപ്പോൾ ഭീമസേനൻ ദേഷ്യം വന്നു. താൻ ഇത്രയും നേരം വന്നപ്പോൾ തൻ്റെ മുന്നിലേക്ക് വന്ന സിംഹത്തെ അടിച്ചോടിക്കുകയും തൻ്റെ മുന്നിലേക്ക് വന്ന ആനയെ അതിൻ്റെ കൊമ്പിൽ പിടിച്ച് എടുത്തെറിയുകയും ചെയ്ത് എല്ലാ മൃഗങ്ങളെയും ആട്ടി ഓടിച്ചു കൊണ്ടുവരുന്ന തൻ്റെ മുമ്പിൽ കേവലം ഒരു വൃദ്ധവാനരൻ വഴിമുടക്കി കിടക്കുന്നുള്ളപ്പോൾ സഹിക്കവയ്യാതെ ഭീമസേനൻ ആ വൃദ്ധവാനരനോട് ഉടൻ തന്നെ തൻ്റെ വഴിയിൽ നിന്നും മാറിപ്പോകണമെന്നും ആവശ്യപ്പെട്ടു. ആ വൃദ്ധവാനരൻ പറഞ്ഞു, ഞാൻ തീരെ അവസരമാണ്, എനിക്ക് ഈ വഴിയിൽ നിന്നും മാറാൻ സാധിക്കില്ല, അങ്ങേക്ക് മറ്റൊരു മാർഗത്തിലൂടെ പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പൂർവംശത്തിൽ പിറന്ന പൂരുഷശ്രേഷ്ഠനായ വിലോചനാവിന് വഴിമാറി നടക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ വൃദ്ധവാനരൻ പറഞ്ഞു, ശരി, അങ്ങേക്ക് ഈ വഴിയിലൂടെ തന്നെ പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ അങ്ങയുടെ വഴി എൻ്റെ വാല് മാത്രമാണ് തടസ്സമായി കിടക്കുന്നത്. ആ വാല് അല്പം മാറ്റിയിട്ട് അതിലൂടെ പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഭീമസേനൻ ചിന്തിച്ചു, തൻ്റെ ജ്യേഷ്ഠൻ്റെ വംശത്തിൽ പിറന്ന ഒരു വൃദ്ധ വാനരനാണ് ആവശ്യപ്പെടുന്നത്, തൽക്കാലം അങ്ങനെ ചെയ്യാം എന്ന ഉദ്ദേശത്തോടുകൂടി ആ വാല് തൊക്കാൻ വേണ്ടി തൻ്റെ ഗതയുമായി ചെന്നപ്പോൾ ആ ഭീമസേനൻ വീണ്ടും ആ വൃദ്ധവാനരനോട് ചോദിച്ചു, എൻ്റെ ഈ ഗത കൊണ്ടാൽ നിൻ്റെ ഈ വാല് മുറിഞ്ഞു പോകില്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങയുടെ ഗതയാണോ എൻ്റെ വാലാണോ മുറിയുന്നത് എന്ന്
നോക്കാം എന്നാണ് മറുപടി പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ കുപിതനായ ഭീമൻ ഉടൻ തന്നെ ആ വൃദ്ധവാനരന്റെ വാലിലേക്ക് തന്റെ ഗഡകൊണ്ട് കുത്തി മാറ്റാൻ ശ്രമിക്കുകയും ഭീമന്റെ പഠിച്ച പണി മുഴുവൻ നോക്കിയിട്ടും ആ വാലിലെ 2 രോമം പോലും കിടക്കാൻ സാധിക്കാതെ ഭീമസേനൻ തളർന്നു വീണു. ഈ സമയം ഹനുമാൻ തൻ്റെ ഹിമാലയ തുല്യമായ ആ വിശ്വരൂപം ഭീമസേനന് കാണിച്ചു കൊടുക്കുകയും ഭീമസേനനെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് നഷ്ടപ്പെട്ട ശക്തിയെല്ലാം പകർന്നു നൽകിക്കൊണ്ട് നീ അന്വേഷിച്ചു വന്ന സൗഗന്ധിക പുഷ്പങ്ങൾ കുബേരന്റെ സൗഗന്ധിക പൊയ്കയിലാണുള്ളത്, അവിടെ ചെന്ന് അവിടുത്തെ കാവൽക്കാരെ തോൽപ്പിച്ച് അതെല്ലാം പറിച്ചെടുത്ത് പാഞ്ചാലിക്ക് കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് യാത്രയാണ്. ഭീമസേനൻ സൗഗന്ധിക പുഷ്പങ്ങൾ പറിച്ചെടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും തന്റെ ചേട്ടനെ വന്നിച്ചതിന് ശേഷം തിരിച്ചു പോവുകയും ആ പുഷ്പങ്ങൾ പാഞ്ചാലിക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഈ കഥയുടെ രത്ന ചുരുക്കം. ദൂരെ മാറി നിൽക്കുന്ന എല്ലാവരും തന്നെ പരമാവധി തങ്ങളുടെ ഇരിപ്പിടങ്ങൾ അടുത്തേക്ക് കൊണ്ടുവന്ന് ഇട്ട് ഈ കഥ ആസ്വദിക്കണം എന്ന ഒരു അപേക്ഷയോടുകൂടി ഞങ്ങൾ പരിപാടിയിലേക്ക് കൊടുക്കുകയാണ്. ഓട്ടത്തുള്ളൽ ആരംഭിക്കുന്നു. അവതരിപ്പിക്കുന്നത് ഇരിങ്ങോൾ കണ്ണൻ.
ധർമ്മപ്രകാരം ഗ്രഹിക്കാത്ത ഇവനോട് ധർമ്മപ്രകാരം ഗ്രഹിക്കാത്ത ഇവനോട് ഇവനോട് ധർമ്മം പറയാൻ ഇവനോട് ധർമ്മം പറയാൻ നമുക്കെന്തു സംഗതി ചെയ്യയില്ലെന്ന് ബോധിക്കണം ചെയ്യയില്ലെന്ന് ബോധിക്കണം എന്നുള്ള വാക്കുകൾ കേട്ടും ചിന്തിച്ചുകൊണ്ട് ധർമ്മമല്ലാതൊന്നും ചെയ്യുകയില്ലയോ ധർമ്മമല്ലാതൊന്നും ചെയ്യുകയില്ലയോ ഈ പാഞ്ചാലി എന്നൊരു പെണ്ണിനെ കണ്ടിട്ട് ആ പാഞ്ചാലി എന്നൊരു പെണ്ണിനെ കണ്ടിട്ട് ആ പാഞ്ചാലി എന്നൊരു പെണ്ണിനെ കണ്ടിട്ട് പഞ്ചപാണാത്തി പിടിവെട്ട ഹോമങ്ങൾ നിങ്ങൾ 5 പേരും ചെന്നു അവരുടെ കൈക്കു പിടിച്ചുകൊണ്ട് 5 പേരും ചെന്നു കൈക്കു പിടിച്ചുകൊണ്ട് ഇല്ലാതെ വേദി കഴിച്ചതും കേട്ടു ഞാൻ ഇനി 5 5 എന്നിവൾ ഒരു 5 എന്നിവൾ ഒരു ഇവൾക്കൊരു ചാഞ്ചല്യവുമില്ല അതെന്നു പോലും നിങ്ങൾ 5 ജനത്തെയും കൺമുനത്തെല്ലാം നിങ്ങൾ 5 ജനത്തെയും കൺമുനത്തെല്ലാം വഞ്ചിപ്പതിന്നവൾ പോലും പ്രബോധന 4-5 ഭർത്താവ് ഒഴിപ്പിക്കുവാനത് 4-5 ഭർത്താവ് ഒഴിപ്പിക്കുവാനത് ആധിക്യം കിരീടം കൊടുക്കണം വസ്തുവേ
നിങ്ങളും കണ്ടു നിൽക്കേ തന്നെ ആ പാഞ്ചാലിയെ ചെന്നടിച്ചു തലമുടി പിടിച്ചു വലിച്ചിറ ചങ്ങിനെ മഹാജനം നോക്കി നിൽക്കും വിധവും കുറ്റം മഹാജനം നോക്കി നിൽക്കും വിധവും മുറ്റത്തു കൊണ്ടൊന്നു ഒരു ഓണത്തടിയനം നിന്റെ പരാക്രമം ഒരു ഓണത്തടിയനം ജീവന്റെ പരാക്രമം കാശിക്കുപോയോ ഗതിക്കാവുപോതര കാശിക്കുപോയോ ഗതിക്കാവുപോതര കാശിക്കു പോലും വിലപിടിയാക്കി വന്നു ഇനി കാശിക്കു പോയാലും എന്തൊരു നല്ലത് കാട്ടിലെങ്ങാൻ കിടക്കും വാനരത്തോട് കടക്കണ്ണും തുവത്തിക്കൊണ്ടതും പിത്തറി വല്ലു കഴിക്കും വള്ളികൾ തട്ടിയൊടിക്കും പർവ്വതം തട്ടിപ്പൊടിക്കും ആരവം കെട്ടിപ്പിടിക്കും വല്ലതും ചൊല്ലി ചൊടിക്കും എന്തിനുടിമാ ശക്തിയില്ലാതും കിടപ്പായി നമുക്കിപ്പോൾ ചടപ്പം വാലിതിങ്ങോട്ടേക്ക് എടുപ്പാൻ സാധ്യമല്ലേതും കൊടുക്കെന്നു ഭവൻ ചാടിക്കടന്നാലും നടന്നാലും അതിക്കുന്നെന്തിനു ഭീമാ പറഞ്ഞ വാക്കുകളെല്ലാം
മടിയിൽ ശങ്കയുണ്ടെങ്കിൽ അതു ചെയ്യണമെന്നില്ല. വഴിയിലത്തിൽ കിടക്കുന്ന പാലെടുത്തു മാറ്റിവെച്ച് വഴി പോലെ കടന്നാശു ജനിച്ച ഭീമസേനാനി. കടം കൊണ്ടി വാനരത്തെ ഉഗാരിന്തിരാമെങ്കിൽ ആളകണ്ടീലിരിക്കുന്ന യഥാകുന്നു മടിക്കാതെ ും വാനരന്നാശു ഉടുക്കൻ തോടുലരുത്തി നടക്കാനും വിടുക്കാതെ പെരുഞ്ചാകുകടാമില്ല. പറഞ്ഞു വന്നവാനപ്പോഴും ഉറക്കൊന്നു നിരൂപിച്ചു. മറിച്ചു നീങ്ങുമന്നേരം മുറിഞ്ഞു പോകയില്ലല്ലേ. ആൾ മുറിഞ്ഞു പോകയില്ലല്ലേ. മുറിയുന്നെന്തേടോ ഭീമ ഗതയോ നമ്മുടെ വാരോ അറിയാം. അടുത്ത പർവ്വതത്തിൽ പഠിച്ചു വന്നവാനെന്ന വന്നവൻകഥാനന്ദൻ വരുന്ന വൈര്യമില്ല. ഒഴിഞ്ഞു രോമമൂട്ടും ഒഴിഞ്ഞു ഭൂമിയിൽ വീണു ഇഴഞ്ഞു വീഴിനാതിന്റെ തെറ്റിലില്ല വാരിന്നു ഭംഗം. ഭംഗം ഭവിക്കുമെന്നതുകൊണ്ട് ഞാൻ പഠിക്കുന്നു മഹാഘോഷം. ചെവിക്കു പുത്തരിയായി ഉലച്ചാതെ നിലവന്നു. ശ്രമിക്കുമ്പോൾ എനിക്കുള്ളിൽ ശ്രമിക്കും കോപമാം വഴി. ധരിക്കും നിന്നുടെ ദേഹം സഹിക്കാമോ നമുക്കിപ്പോൾ. സഹിക്കാമോ നമുക്കിപ്പോൾ. യുദ്ധം പറഞ്ഞെനിക്കുത്തരം പറഞ്ഞവൻ സത്യജ്ഞനാരാരിദാസന്റെ വിശ്വാസം. ഉത്തുംഗമാതുംഗധാതന്നു ഒക്കുവാൻ അത്യന്തവേഗവാനും തീരിനാനും തിരുവഞ്ചെരുത്തൊരു സംയതാവുണ്ട്. ഒക്കുവാനായി പ്രയത്നം തുടങ്ങിനാൻ രണ്ടു കരങ്ങളെ കൊണ്ടുപിടിച്ചുടങ്ങി. രണ്ടു മൂന്നത്തെ ഭാഗം മുഴക്കിയതാ. യഥാ കൊണ്ടുടന്നിക്ക് കുലുക്കി വരാവിധം. യഥാ കൊണ്ടുടന്നിക്ക് കുലുക്കി വരാവിധം. കൊണ്ടുവിളക്കം സഹിക്കില്ല വാലിന്. വീടൂതടിച്ചോരു ചാഗ്രഭാഗത്ത് രണ്ടു രോമം പോലും ഭൂമിയിലയില.
കൊണ്ട്
ഇരിങ്ങോൾ കണ്ണൻ ഈ യുവ കലാകാരനെ അനുഗ്രഹിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളോട് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ഉത്സവത്തിന് ഉപരിപാടി